ചേട്ടാ, പഠിക്കുകയുമില്ല പഠിപ്പിക്കുകയുമില്ല. നമ്മുടെ കേരള സർക്കാർ, കേരളത്തിലെ ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം ഇതാണ്. പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കുന്ന തരത്തിലാണ് അവർ പല നിലപാടുകളും സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കേന്ദ്ര ഫണ്ട് വാങ്ങാൻ പോലും തയ്യാറാകുന്നില്ല. ഇതിന് ഏറ്റവും വലിയ തടസ്സം ഈ ആശയപരമായ അല്ലെങ്കിൽ കേന്ദ്രത്തോടുള്ള, കേന്ദ്രം ഭരിക്കുന്ന BJP-യോടുള്ള വിയോജിപ്പാണ്. എന്താണ് ചേട്ടാ, ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരള സർക്കാരിന് ബുദ്ധിയില്ലേ, അതോ ബോധമില്ലേ, തിരിച്ചറിവില്ലേ, എന്താണ്? ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള ആൾക്കാരാണ് കേരളത്തിൽ കൂടുതൽ. നമ്പർ 1 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാർ വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് ഒരുപാട് സംഘടനകൾ കേരളത്തിൽ നമ്മുടെ ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ട്. കോൺഗ്രസ്സിന് BJP-ക്കൊക്കെ ശക്തി വളരെ കുറവാണ്. പക്ഷേ ഇടതുപക്ഷ സംഘടനകൾ വളരെ ശക്തമാണ്. അധ്യാപക സംഘടനകൾ വളരെ ശക്തമാണെന്ന് മാത്രമല്ല, അവരുടെ അധ്യാപകേതര സംഘടനകൾ ശക്തമാണ്. പിന്നെ ഇവർക്ക് വേറെ കുറേ ശാസ്ത്ര സാഹിത്യ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ, പുരോഗമന കലാസാഹിത്യ സംഘം, പൂക്കാസ പോലെ ഇവരൊക്കെയാണ് ശരിക്കും കേരളത്തിലെ യുവകലാ CPI-യുടെ ഇവരൊക്കെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നയിക്കുന്നത്, അതിൻ്റെ നിയന്ത്രിക്കുന്നത്, നയം കൊണ്ടുവരുന്നത്, തീരുമാനിക്കുന്നത്. അവസാനം 1-ാം ക്ലാസ്സിലെ പിള്ളേരുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നത് വരെ ഈ സംഘടന ആൾക്കാരുടെ, അവരോട് ചോദിക്കാതെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒറ്റ കുഴപ്പം അവർ പറയുന്നത്, സംഘപരിവാറിൻ്റെ ആശയങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്. അതായത് പറഞ്ഞു വരുമ്പം കേൾക്കുമ്പോൾ ആൾക്കാർക്കും തോന്നുന്നത് ഇതെന്തോ അത് ശരിയായിരിക്കുമല്ലോ, ഈ സംഘപരിവാറിൻ്റെ ആശയം എന്ന് പറയുമ്പോൾ ഒരു വിചാരധാര പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതൊന്നും അല്ലല്ലോ. ഈ പ്രശ്നം ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ പറ്റില്ല, അത് ഞങ്ങൾ നടപ്പാക്കാൻ, കേരളത്തിൽ ഇത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ, അതിൽ CPM-ൻ്റെ സംഘടനയും തീരുമാനിച്ചിട്ടുണ്ട്, CPI-യുടെ സംഘടനയും തീരുമാനിച്ചിട്ടുണ്ട്, CPM-ഉം തീരുമാനിച്ചിട്ടുണ്ട്, CPI-യും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു വിധത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളോട് വഴങ്ങുന്നില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. ഒരു 800 കോടിയോളം രൂപ ഇപ്പം കേരളത്തിനിപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ 150 കോടി, ഈ വർഷത്തെ ഒരു 530 കോടി. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. ഈ PM ശ്രീ പദ്ധതിക്കായിട്ട് രാജ്യവ്യാപകമായിട്ട് 15,000-ഓളം സ്കൂളുകളെ സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 40% പൈസ സംസ്ഥാന സർക്കാരിൻ്റേതാണെന്നാണ്, 60% കേന്ദ്രത്തിൽ. ഈ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു BRCക്ക്, ഒരു ബ്ലോക്കിലെ ഒരു BRCക്ക് കീഴിലുള്ള 2 സ്കൂൾ പ്രാഥമിക ഘട്ടത്തിൽ, അതാണ് PM ശ്രീക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അവിടെ PM ശ്രീ പദ്ധതി എന്ന് എഴുതി വെക്കണം, PM ശ്രീ സ്കൂൾ. അത് പറ്റില്ല. PM എന്ന് കാണുമ്പോൾ ഒക്കെ പ്രശ്നമാണ് അവർക്ക്. PM പിന്നെ ശ്രീ എന്നൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ്. അതെ, അതിപ്പോൾ സമാനമായൊരു സംഭവം നമ്മുടെ ആരോഗ്യ വകുപ്പിനകത്തുണ്ടായി. അങ്ങേക്ക് അത് അറിയാമായിരിക്കും. ആയുഷ്മാൻ കേന്ദ്ര അല്ലല്ല, ആയുഷ്മാൻ മന്ദിർ അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഈ ആയുഷ്മാൻ മന്ദിർ എന്നുള്ള ബോർഡ് വെക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് ഈ ഹിന്ദുത്വവൽക്കരണം അത് ഞങ്ങൾ അനുവദിക്കില്ല. ആയുഷ്മാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണല്ലോ, ആയുഷ്മാൻ മന്ദിർ എന്നും കൂടി വരും. ഈ മന്ദിർ എന്ന വാക്ക് മന്ദിരമാണ് എന്നുള്ള അർത്ഥം അറിഞ്ഞിടാത്ത ആളാണ് ആരോഗ്യമന്ത്രി എന്ന് മനസ്സിലായി. എന്തായാലും അവരത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഈ നമ്മുടെ ഈ എന്താ പറയുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലാണിത് വെക്കാനായിട്ട് പറഞ്ഞു നിന്നത്. അതിനനുസരിച്ച് ഫണ്ട് വരും, NRHM-ൻ്റെ ഒക്കെ ഫണ്ടുകൾ വരും. അപ്പോൾ അത് വയ്ക്കില്ല, ഞങ്ങൾക്ക് പണം വേണ്ട. ഒരു വർഷം ഏതാണ്ട് 800 കോടിയോളം രൂപ അതിൽ മാത്രം വരുമായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചതിനെ തുടർന്ന് നമുക്ക് കഴിഞ്ഞ 2.5 വർഷം അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഇതാ ഇവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പണമില്ലാതായപ്പോൾ അവസാനം ബോർഡ് വെക്കാൻ തയ്യാറായി. പക്ഷേ എന്താ ഫലം? ഈ 2.5 കൊല്ലത്തെ പണം, എത്രയോ കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊരു വലിയ സങ്കടം. ഇപ്പോഴും സംഭവിക്കാൻ പോകുന്ന PM ശ്രീയിലെ ഈ പറഞ്ഞ 800 കോടി രൂപ നമുക്ക് ഫലത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം 12,000 സ്കൂളുകളെ ഓൾറെഡി കേന്ദ്ര സർക്കാർ അഖിലേന്ത്യാ തലത്തിൽ തന്നെ PM ശ്രീ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇവർ പറയുന്നത് 40% പൈസ കേരളം മുടക്കുന്നത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ പറ്റില്ല. കേന്ദ്രത്തിൻ്റെ നിബന്ധന അംഗീകരിച്ചാൽ ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായിട്ട് മാറിപ്പോകും.
ഓ. കേരള സർക്കാർ ഉണ്ടാക്കിയ സ്കൂളുകളാണ്. അപ്പോൾ ഈ സ്കൂൾ കേന്ദ്രത്തിൻ്റെതായി പോകും. സ്വാഭാവികമായിട്ടും അവിടെ കേന്ദ്ര സർക്കാർ NCERTയുടെ സിലബസ് കൊണ്ടുവരും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പിള്ളേരെ അത് പഠിപ്പിക്കേണ്ടി വരും. ആലോചിച്ച് നോക്കണം, വളഞ്ഞ വഴി നോക്കിക്കേ. അപ്പോൾ ഈ പൈസ അവർക്ക് വേണ്ട. എന്തുകൊണ്ട്? ഇതാണ് കാരണം. അതായത് കേരളത്തിന് കിട്ടേണ്ടുന്ന പൈസ പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ്. നമുക്ക് പല മേഖലകളിലും പണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് ഇവിടെ കിടന്ന് കൈകാലിട്ടടിക്കുകയും കരയുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ CPIയുടെ സംഘടനയ്ക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇപ്പോൾ ആദ്യമായിട്ട് CPM ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? CPM അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. പക്ഷേ പുള്ളിക്ക് കാശ് കിട്ടിയ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു, ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇനിയും പ്രധാനമന്ത്രിയെ കാണുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് മന്ത്രിമാർ പോയി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് സംസാരിക്കുകയല്ലോ ചെയ്ത് ചിലപ്പോൾ ഈ പണം വാങ്ങിയെടുക്കാൻ ശ്രമിക്കും. കാരണം ഇത് ചില്ലറ പൈസയൊന്നും അല്ല വരാൻ പോകുന്നത്. കാരണം ഒരു വർഷം നമുക്ക് വേണ്ട 600 കോടിയോളം രൂപ കേരളത്തിന് കിട്ടുകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. പക്ഷേ പ്രശ്നം ഇവർക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കി കളയുമോ എന്ന് പറയുന്ന ഒരു ഭീതിയാണ് ഇവർക്കുള്ളത്. പക്ഷേ നമ്മൾ ഈ സർവശിക്ഷ അഭിയാനിൽ ഒരു വർഷം നമുക്ക് 400-500 കോടി രൂപ അല്ലാതെ കിട്ടുന്നുണ്ട്. ആ പണം പോലും കൃത്യമായ കണക്കുകൾ കൊടുത്ത് വാങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇല്ല, ഇവരൊന്നിനും കണക്ക് കൊടുക്കാറില്ലല്ലോ. ഇവർ പണ്ട് കാലത്ത് ഈ 10 കൊല്ലം മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ഭരിച്ചിരുന്ന കാലം വരെ കേരളത്തിന് പൈസ കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അവിടെയും കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സർക്കാരായിരുന്നല്ലോ ഡൽഹിയിലും ഉണ്ടായിരുന്നത്, കേന്ദ്രത്തിലുണ്ടായിരുന്നത്. അവരും കിട്ടുന്നതൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്കും കുറേ കാശ് കൊടുക്കും. CAG കുറേ വർഷം കുറേശ്ശെ എന്തൊക്കെ ഓഡിറ്റൊക്കെ നടത്തും. ഇവിടുന്ന് കുറേ കടലാസുകൾ കെട്ടിപ്പറക്കി ഡൽഹി കൊടുക്കും. അവിടുന്ന് പിന്നെ അടുത്ത വർഷത്തെ ഗഡു ഇങ്ങോട്ട് കിട്ടും. ഈ കൊടുത്ത പൈസ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും ചോദ്യം പറച്ചിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം അങ്ങനെയല്ല. അവർ കൃത്യമായി കൊടുക്കുന്ന പണം കൃത്യമായി അതാത് ഘട്ടങ്ങളിൽ തന്നെ ചെലവഴിച്ചു എന്ന് 100% ഉറപ്പ് ബോധ്യപ്പെടുത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പറഞ്ഞ ചെലവ് കണക്ക് കൊടുക്കണം. കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കേന്ദ്രത്തിനും കൂടി ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ സ്കൂളുകളുടെ നടത്തിപ്പിൽ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ബോർഡ് വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിനും കൂടി ഉത്തരവാദിത്തം വരികയാണ് ആ സ്കൂളിൻ്റെ നടത്തിപ്പിൽ. ആ ഉത്തരവാദിത്തം ഇവിടെ കേന്ദ്രം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഞങ്ങൾക്ക് തോന്നിയതുപോലെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ട് പോകണം. പിന്നെ കാശ് ഞങ്ങൾക്ക് കിട്ടുകയും വേണം. പക്ഷേ കാശ് അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടപ്പാകുന്ന കാര്യം എളുപ്പമല്ല, നടപ്പില്ല, കിട്ടിയില്ല. കഴിഞ്ഞ വർഷത്തെ 187 കോടി 160 കോടി രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. കുടിശ്ശിക അതവിടെ കുടിശ്ശികയാണോ അതിനും കിട്ടുമോ എന്നറിയില്ല. കാരണം നമ്മൾ ആ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിട്ടില്ല PM ശ്രീ പദ്ധതിയിലേക്ക് ചേരാനായിട്ട്. കാരണം CPI ഉടക്കി നിൽക്കുകയാണ്. ഈ പദ്ധതിയിലേക്ക് കേരളം ധാരണ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട് നമ്മൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാത്തതെന്ന് ചോദിച്ചാൽ, എന്നിട്ട് ഇവർ ഫെഡറൽ സംവിധാനത്തെ പറ്റി സംസാരിക്കും, ഫെഡറലിസത്തെ പറ്റി പറയും, കേന്ദ്രം കേരളത്തിന് തരട്ടുന്ന പണത്തെ പറ്റി പറയും, അതൊക്കെ പറയും. അല്ലല്ല, അവർ പറയുന്നത് കേരളത്തിനെ ശ്വാസം മുട്ടിക്കുന്നു, വരിഞ്ഞു മുറുക്കുന്നു, കടമെടുക്കാനുള്ള പരിധി കൂട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പരാതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കടം വാങ്ങിക്കാൻ അനുവാദം കൊടുക്കണമെന്നാണ് സംസ്ഥാനം പറയുന്നത്. അത് ഈ സമഗ്ര ശിക്ഷാ കേരളം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു പരിപാടിയാണ്. പക്ഷേ ആ പദ്ധതിക്കകത്ത് അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോഴാണ് നമുക്ക് PM ശ്രീയിലേക്ക് പോകാമെന്ന് പറയുന്ന ഒരു നിർദ്ദേശം മന്ത്രിസഭയുടെ മുന്നിൽ വരുന്നത്. അത് വന്നപ്പോൾ തന്നെ അതിപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിയുടെ ഒരു താല്പര്യം ഉണ്ടാവുമായിരിക്കുമല്ലോ. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വെളിയിലൊക്കെ അദ്ദേഹം പലതും പറയുമെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. വളരെ വേഗത്തിൽ തീരുമാനമെടുക്കും. സ്കൂളുകൾ നന്നാവണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. കുട്ടികൾ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ തത്വശാസ്ത്രമൊന്നും വലിയ വിളമ്പാനൊന്നും പുള്ളി വളരെ ലളിതമാണ് അദ്ദേഹത്തിന്റെ. പ്രശ്നങ്ങളുടെ ഭാഗത്തല്ല, പരിഹാരത്തിന്റെ ഭാഗത്താണ് അദ്ദേഹം. അതുകൊണ്ട് ശിവൻകുട്ടിയെ നമുക്ക് കളിയാക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യാം. ഒരുപാട് ട്രോളുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം നല്ല ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. അദ്ദേഹം കേരളത്തിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിലായിരിക്കാം ഈ PM ശ്രീ SSK എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ PM ശ്രീയിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞൊരു നോട്ട് ഒരു പക്ഷേ മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ആയിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ മന്ത്രിസഭയിൽ വരിക. വന്നപ്പോൾ തന്നെ CPIയുടെ മന്ത്രിമാർ കയറി ഉടക്കി.
ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. CPIയുടെ മന്ത്രിമാരെല്ലാവരും കൂടെ കൂടി കട്ടക്ക് കടക്കി കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒന്ന് ചവിട്ടി മുഖ്യമന്ത്രി ഒന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടി എന്നല്ല. അതിപ്പോൾ ഇനി എന്താ സിറ്റുവേഷൻ അതിൻ്റെ ബാക്കിയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് എവിടെ വരെ കൊണ്ടുപോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. കിട്ടേണ്ടുന്ന കുറച്ച് പൈസയാണ്, കുട്ടികൾക്കുള്ളതാണ്, സ്കൂളുകൾക്കുള്ളതാണ്. അവിടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ വെല്ലുവിളികൾ നേരിടുന്നു, പ്രതിസന്ധിയിലാണ്. ഇതൊക്കെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനെ മറികടക്കാൻ ഇത്തരത്തിൽ ഫണ്ടുകൾ കിട്ടുമ്പോൾ അത് വാങ്ങി പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ഫണ്ടിൻ്റെ മാത്രമല്ല, അതിനകത്ത് ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇത് നടപ്പാക്കുന്ന സ്കൂളുകളിൽ NCERTയുടെ സിലബസ് സ്വാഭാവികമായിട്ടും വരും. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വരും. നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ മറ്റ് NCERT സിലബസ് പഠിപ്പിക്കുന്ന കുട്ടികളോടൊപ്പം നമ്മുടെ സാധാരണ സ്കൂളുകളിലെ കുട്ടികൾക്കും കൂടെ പിടിച്ചു നിൽക്കാൻ പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കൂടെ? എന്തായാലും ഇത് പ്രാഥമികമായ ഒരു ഘട്ടമാണ്. ഒരു BRCയുടെ കീഴിലെ 2 സ്കൂളുകളിലാണ് നടക്കുന്നത്. ഈ വർഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നടപ്പാക്കാൻ കേന്ദ്രമായിട്ട് ഒരു ധാരണയിലായിട്ട് നടപ്പാക്കി കൂടെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവരുടെ ഈ പ്രത്യയശാസ്ത്ര കടുംപിടുത്തമായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ കുമാരപിള്ള സാറാണ് ഇത് പണ്ട് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അവൻ്റെ കട്ടിലിനേക്കാൾ ചെറുതാണ് അവൻ്റെ ഉടലുകളെങ്കിൽ അരിഞ്ഞു ദൂരത്തള്ളും കത്തിക്ക് അവൻ്റെ കയ്യും കാലും എന്ന് പ്രൊക്യൂസേഴ്സിൻ്റെ പാട്ട് പറഞ്ഞതുപോലെ ഇവരുടെ പ്രധാന പരിപാടി ഇതാണ്. അവരുടെ കട്ടിലിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യും കാലും എങ്കിൽ അവരത് അടിച്ചങ്ങോട്ട് നീട്ടും. അവരുടെ കട്ടിലിനേക്കാൾ ഇച്ചിരി നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ ആ ഭാഗത്ത് വെച്ച് വെട്ടിക്കളയും. ഇതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടായാലും കൈയും കാലും പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പാവം പിടിച്ച കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം, പാവം പിടിച്ച കുട്ടികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടാനുള്ള സൗകര്യം, അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കിട്ടാനുള്ള അവസരം, കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ 60% ഫണ്ടിൻ്റെ പിന്തുണ, ഇതൊക്കെ കിട്ടുന്നതാണ്. എന്തിനാണ് ഇത്ര അനാവശ്യമായ ബലംപിടുത്തം എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ഈ ബലം പിടിച്ച് ഇവർ എവിടെ വരെ പോകുമെന്നും അറിയില്ല. CPI പോലൊരു പാർട്ടിയുടെ അവരെ ഗതികേട് ആലോചിച്ച് നോക്കണം. ഇന്ന് ഇന്ത്യയിൽ ആ പാർട്ടി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു രക്ഷയില്ല. ആകെ ഉള്ളത് ഈ കേരളത്തിലെ ഈ മന്ത്രിസഭയിലാണ് ആകെപ്പാടെ ഈ ഉള്ള CPMന്റെ തണലിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നു, നിലനിൽക്കുന്നു, പാർട്ടിയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു, ഇച്ചിരി ഫണ്ട് പിരിക്കുന്നു. ആ പാർട്ടിയാണ് ഈ ഒരു മറ്റൊരു വലിയ സങ്കടമുണ്ട്. ഇതൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ഈ പ്രതിപക്ഷമോ BJP ഒന്നും ഇല്ലല്ലോ കേരളത്തിൽ. അതും ഒരു സങ്കടമാണ് വാസ്തവത്തിൽ. അറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയുള്ള ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ സംഘടനകൾ, സർവീസ് സംഘടനകൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പറ്റിയൊക്കെ ഇവർ വലിയ ഘോരം പ്രസംഗിക്കും, വലിയ പ്രബന്ധങ്ങളൊക്കെ തയ്യാറാക്കും. പിള്ളേർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നും ഇവർ നാഷണൽ സെമിനാറുകളൊക്കെ നടത്തും. ഭയങ്കര സംഭവമാണ്. നാഷണൽ സെമിനാർ നടത്തുന്നതൊക്കെ വലിയ സർവകലാശാലകളിൽ വെച്ചാൽ, അത് സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള സെമിനാറൊക്കെ നടത്തുന്നത് സർവകലാശാലകളുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ. എന്തായാലും കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങോട്ട് പോകുന്നു, കുട്ടികളുടെ കാര്യം എന്തായിത്തീരും, വലിയ ആശങ്കയാണ് രക്ഷിതാക്കൾക്ക്. നമുക്കും ആശങ്കയാണ്. ഇവർ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും നമ്മൾ ഈ പറയുന്നെങ്കിലും കേട്ടാൽ അവർക്ക് നല്ലത്, ശ്രദ്ധിച്ചാൽ നല്ലത്. ഇത് അധ്യാപക സംഘടനകൾ ശ്രദ്ധിക്കട്ടെ, കേരളത്തിലെ അധ്യാപക സമൂഹം കൂട്ടായിട്ട് തീരുമാനം എടുക്കട്ടെ. അവരുടെ പ്രഷറിലേ ഇത് നടക്കുകയുള്ളൂ. കാരണം നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും സംഭവിക്കില്ല. അവർ പറയണം, അധ്യാപകരാണ് ഇതിനകത്ത് തീരുമാനം.